ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റിയൽമി 10 Pro Plus വേഴ്സസ് നമ്മുടെ റിയൽമി 9 Pro Plusന്റെ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് രണ്ട് വേരിയൻസും 8GB ഇത് നമ്മുടെ ഹൈപ്പർ സ്പേസിന്റെ കളറാണ്, ഒരു ഫാൻസി ലുക്കിംഗ് കളറാണ്. ആൻഡ് ഇത് നമ്മുടെ റിയൽമി 9 Pro Plusന്റെ ഒറോറ ഗ്രീൻ കളറാണ്. സോ റിയൽമി 9 Pro Plusന്റെ ഒരു കോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡിസ്പ്ലേ തന്നെയായിരുന്നു. കാരണം 90 Hz ഉണ്ടായിരുന്നില്ല, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല പീക്ക് ബ്രൈറ്റ്നസ് കുറവായിരുന്നു. പിന്നെ ഡിസ്പ്ലേയിലെ വിവിഡ്നെസ്, കളേഴ്സിന്റെ വിവിഡ്നെസ് ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവായിരുന്നു. പക്ഷേ ആ ഒരു എല്ലാ കോൺസും റെക്ടിഫൈ ചെയ്തിട്ട് നല്ല നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റിയൽമി 10 Pro Plusനകത്ത് കേർവ്ഡ് ഡിസ്പ്ലേസ് ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഓവറോൾ ഒരു നല്ല വിവിഡ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ HDR 10+ സർട്ടിഫൈഡ് ആണ്. 1 ബില്യൺ കളർ റിപ്രൊഡക്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേ കമ്പാരിസണിട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി 10 Pro Plus, ഇതാണ് നമ്മുടെ റിയൽമി 9 Pro Plus. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, ഓക്കെ. സോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ആൻഡ് ഇവിടെയും നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് തന്നെയാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഐ കംഫർട്ട് മോഡ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ഒക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം ഫിൽറ്റേഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഐ കംഫർട്ട് മോഡ് കിട്ടുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കിവിടെ വീഡിയോ കളർ ബൂസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ കളർ എൻഹാൻസർ. പിന്നെ അലോങ് വിത്ത് ദാറ്റ് നമുക്ക് റിയൽമി 10 Pro Plusൽ വീഡിയോ HDR ബൂസ്റ്റിന് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് HDR വീഡിയോസിന് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷനാണത്, വീഡിയോ HDR ബൂസ്റ്റ്. ഓക്കെ. സോ പിന്നെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റാണ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് 2 ഓട്ടോ സെലക്ട് ആയിരിക്കും വരിക. പക്ഷേ ഞാനത് ഫോഴ്സ്ഫുള്ളി ഹൈയിൽ ഇട്ടേക്കാണ്. കാരണം എനിക്ക് ചില സമയത്ത് 120 അല്ലാത്ത പോലെ ഫീൽ ചെയ്യും. സോ ഞാൻ എപ്പോഴും മാറ്റി ഹൈ ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫോഴ്സ്ഫുള്ളി ഇട്ടു. അപ്പോൾ അത് കാരണം ഇപ്പം ഇച്ചിരി ഇങ്ങനെ സ്മൂത്ത്നെസ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് നൗ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ പ്ലേ ബാക്കിട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി 10 Pro Plus ആയിട്ട് ഇതാണ് നമ്മുടെ റിയൽമി 9 Pro Plus. സോ നിങ്ങൾ ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ അറിയാം കളറിൻ്റെ ഡിഫറൻസ്. ഈ ഗ്രീനൊക്കെ അത്യാവശ്യം ഡീപ്പർ ഗ്രീനാണ്. ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓവറോൾ വീഡിയോയുടെ ബ്രൈറ്റ്നസ്, രണ്ട് മാക്സിമം ബ്രൈറ്റ്നസ്സിലാണെങ്കിലും ഓവറോൾ വീഡിയോ ബ്രൈറ്റ്നസ്സും കൂടുതൽ റിയൽമി 10 Pro Plusനാണ്. ഓക്കെ. ആൻഡ് കർവ് ഡിസ്പ്ലേസിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി അതിൻ്റെ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കണ്ടതേ. ആൻഡ് സെയിം സിനാരിയോസാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. നമുക്ക് ആ എൻറ്റയർ വീഡിയോ ബ്രൈറ്റ്നസ് ഒക്കെ ഇവിടെ കൂടുതലുണ്ട് നമ്മുടെ റിയൽമി 10 Pro Plusൽ. അവിടെ ഗ്രീൻ നോക്കിയാൽ നല്ല ഡിഫറൻസ് കിട്ടുന്നുണ്ട് എനിക്ക്. അവിടെ അപ്രോക്സിമേറ്റ് ഒരു 8 to 10% അടുത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യാവുന്ന ഒറ്റ ഗ്ലാൻസ് ഇറ്റ്സെൽഫ് തന്നെ. ഓക്കെ. ഒരു മാർജിനൽ ഡിഫറൻസ് ആണെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ബട്ട് ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ്. സോ ഗ്രീനിൻ്റെ ഏരിയാസൊക്കെ RGB കളേഴ്സ്, എസ്പെഷ്യലി 1 ബില്യൺ കളർ റിപ്രഷൻ ആയ RGB കളേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ജസ്റ്റ് ഇൻ ഡിസ്പ്ലേസ്, കർവ് ഡിസ്പ്ലേസ് ആണ്, നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്, എല്ലാം കൊണ്ട് നല്ല വീഡിയോ HDR വീഡിയോ ബ്രൈറ്റ്നസ് ഒക്കെ അടിപൊളിയാണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി റിയൽമി 9 Pro Plusനേക്കാളും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ റിയൽമി 10 Pro Plusൻ്റെ ഡിസ്പ്ലേ. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിയൽമി 9 Pro Plus നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. റിയൽമി 9 Pro Plus. ഇനി നമുക്ക് റിയൽമി 10 Pro Plus. ഓക്കെ. ഡെഫിനറ്റ്ലി റിയൽമി 9 Pro Plusനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരു ഡീസൻറ്റ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹൈപ്പിനുള്ള സ്പീക്കറൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ ഓർ ഡീസൻറ്റ് സ്പീക്കർ എന്ന് പറയാം. രണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ റിയൽമി 9 Pro Plusനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുണ്ട് സ്പീക്കേഴ്സ് റിയൽമി 10 Pro Plus. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ബിൽഡ് ആൻഡ് ഡിസൈൻ. സോ നമ്മുടെ റിയൽമി 9 Pro Plusഉം അതേപോലെ റിയൽമി 10 Pro Plusഉം രണ്ടും നമ്മുടെ പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി 10 Pro Plus അന്യായ ഫിംഗർ പ്രിൻറ്റാണ്. കേസ് ഇടാണ്ട് യൂസിന് ഭയങ്കര ഷോ ആയി. കാരണം നിങ്ങൾക്കറിയാം നന്നായിട്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്മഡ്ജസ് വരുന്നുണ്ട്. പക്ഷേ റിയൽമി 9 Pro Plusന് ഈ കളർ ഓറോഗ്രീൻ അത്ര സീൻ, ബിക്കോസ് ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡുള്ള കാരണം അത്രയ്ക്ക് അറിയില്ല. പക്ഷേ ഇത് നമ്മുടെ ഹൈപ്പർ സ്പേസ് എന്ന കളറായ കാരണം ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. ഇതുപോലെ നെബുല ബ്ലൂ എന്ന കളർ അറിയുന്നുള്ളൂ. ഡാർക്ക് മാറ്റർ എന്ന് വെച്ചാൽ ബ്ലാക്കിൻ്റെ ഷെയ്ഡുള്ളതിൽ അറിയത്തില്ല. ഓക്കെ. സോ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ രണ്ട് നോക്കിയാലും കുറച്ചും കൂടെ സ്ലിമ്മർ നമ്മുടെ റിയൽമി 10 Pro Plus. ഇത് ജസ്റ്റ് ഒരു 7.8 വരുള്ളൂ. പിന്നെ വെയിറ്റും കൂടെ കൂടുതൽ, ഇത് 182 grams വെയിറ്റ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് 174.5, ദാറ്റ് മീൻസ് 175 grams വെയിറ്റ്. സോ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റും ആൻഡ് കുറച്ചും കൂടെ സ്ലിം നമ്മുടെ റിയൽമിയുടെ 10 Pro Plus ആണ്.
സോ നെക്സ്റ്റ് പെർഫോമൻസ് ഫോൺ രണ്ടും ഒരു ഗെയിം സെൻട്രിക് ഫോൺ എന്ന് ഒബ്വിയസ്ലി റിയൽമി 9 പ്ലസ് ഗെയിം സെൻട്രിക് അല്ലായിരുന്നു. ഓക്കെ, ഗെയിംസ് പ്ലേ ചെയ്യാം, പക്ഷേ അത് സ്മൂത്ത് എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. ആൻഡ് സെയിം വിത്ത് ദ റിയൽമി 10 Pro പ്ലസ് ഒരു മേജർ അപ്ഗ്രേഡ് ഒന്നുമില്ല. 1080 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമൻസിറ്റി 920 എന്നൊരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റേ ഉള്ളൂ. 5,14,000 ആണ് നമുക്ക് അഡുണ്ടോ സ്കോർസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് 5 lakh ആണ് റിയൽമി 9 Pro പ്ലസിന് ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. ആൻഡ് ടെമ്പറേച്ചർ കയറിയത് എത്ര നോക്കി കഴിഞ്ഞാൽ രണ്ടും അപ്രോക്സിമേറ്റ്ലി 5.5 ഡിഗ്രി ആണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. നമ്മുടെ റിയൽമി 9 Pro പ്ലസ് 6.5 ഡിഗ്രി കയറിയിട്ട്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി രണ്ടിലും 5% ബാറ്ററി ഡ്രോപ്പ് ആയിരിക്കണം. ആൻഡ് സ്റ്റോറേജ് ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്കോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ സർപ്രൈസിംഗ്ലി നമ്മുടെ റിയൽമി 9 Pro പ്ലസ് 45K കിട്ടിയെങ്കിൽ നമ്മുടെ റിയൽമി 10 Pro പ്ലസ് ജസ്റ്റ് 42K കിട്ടും. ദാറ്റ് മീൻസ് സ്ലൈറ്റ്ലി ബെറ്റർ സ്റ്റോറേജ് സ്പീഡ്സ് ആൻഡ് ദാറ്റ് മീൻസ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ റിയൽമി 9 Pro പ്ലസിനാണ്. ഓക്കെ, സോ ആൻഡ് ഇത് ഗെയിമേഴ്സിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമേഴ്സിനുള്ള ഫോണല്ല, ഇതൊരു ആവറേജ് യൂസറിനുള്ള ഫോണാണ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഓക്കെ ഫോർ ഗെയിമേഴ്സിനുള്ള ഹൈ പെർഫോമൻസ് ഫോൺസ് ഒന്നുമല്ല. രണ്ടും ഒരു സ്നാപ്ഡ്രാഗൺ 778G+ന്റെ അറൗണ്ട് ഒരു പെർഫോമൻസിലുള്ള ഫോണാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് റിയൽമി 10 Pro പ്ലസിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റാപ്പിഡ് ടച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓക്കെ, സോ ഇറ്റ് സീംസ് ടു വർക്ക്, നോ ഇഷ്യൂസ്. സോ ഫിംഗർ പ്രിന്റ് സ്കാനർ പക്കയാണ്. ആൻഡ് നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ നോക്കാം. സോ ഇപ്പോൾ നോക്കിയാൽ ലോക്ക്ഡ് ആണ്, ഉണ്ടോ? അൺലോക്ക്ഡ്. വൺസ് അഗൈൻ ലോക്ക്ഡ് ആക്കാം. സോ ലോക്ക്ഡ് ആണ്. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ്, നോ ഇഷ്യൂസ്. ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് റെക്കഗ്നിഷനും ഒരു ഇഷ്യൂസും ഇല്ല. രണ്ടും റിയൽമി 9 Pro പ്ലസും സെയിം തന്നെയായിരുന്നു. ഫാസ്റ്റ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഫാസ്റ്റ് അൺലോക്കും ഫാസ്റ്റ് സെയിം തന്നെ. ഒരു പ്രത്യേകിച്ച് എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ അതുപോലെ ഫേസ് റെക്കഗ്നിഷനിൽ. സോ നെക്സ്റ്റ് നമ്മുടെ UI ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിയൽമി UI 4.0 ആണ് രണ്ടിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ റിയൽമി 10 Pro പ്ലസ്. ഓക്കെ, ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ഏതാ ആപ്സ് ഏതാ അത്രയ്ക്ക് കൺഫ്യൂഷൻ, ആ രീതിയിൽ ബ്ലോട്ട്വെയർസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, സോ നമ്മുടെ സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ഡെയിലി ഹണ്ട്, ജോഷ്, മോജ്, MX ടക്കാട്ടക്ക്, എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ ലാസ്റ്റ് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ആയിട്ട് 2 പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഹോട്ട് ആപ്സിനകത്തൊക്കെ കുറേ ആപ്സ് പിന്നെ അനോയിങ് ആയിട്ടുള്ള ആപ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹോട്ട് ഗെയിംസിനകത്ത് കണ്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ് കുറേ സെക്ഷന്. അയ്യോ, ഒരു രക്ഷയില്ല, കുറേ അനോയിങ് ആപ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്വിക്കായിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാം. അൺഇൻസ്റ്റാൾ, നോ ഇഷ്യൂസ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്തിട്ട്, കാരണം ഈ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എന്നൊക്കെ കണക്കിന് നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കും. നമ്മുടെ ഈച്ച് ആൻഡ് എവരി ടൈം നമ്മൾ മിസ് ഔട്ട് ആകും. കാരണം നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ ചറപ്പറപ്പറാന്ന് വന്ന് കിടക്കുമായിരിക്കും. ഈ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. സോ അത് ഇതിനകത്തുകൊണ്ട് ഞാൻ റിയൽമി 9 Pro പ്ലസിൻ്റെ അപ്ഡേഷനിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. സെയിം തന്നെ ഇതിന് വന്നിട്ടുണ്ട്, സെയിം ആപ്സ് തന്നെ അതുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും എന്തെയുണ്ടോ സെയിം തന്നെ റിയൽമി 9 Pro പ്ലസിനും കിടക്കുന്നുണ്ട്. ഓക്കെ, സോ രണ്ടിലും ഈ ആഡ്സ്, ബ്ലോട്ട്വെയർസ് ഉണ്ട്. സോ അത് കളഞ്ഞു കഴിഞ്ഞാൽ UI ഫീച്ചേഴ്സ് വൈസ് അടിപൊളിയാണ്. നല്ല രീതിയിൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. കുറച്ച് മറ്റേ ഓക്സിനോയ്സിൻ്റെ ലെവലിലുള്ള ഫീച്ചേഴ്സും കുറച്ച് അഡീഷൻ വന്നിട്ടുണ്ട്. സോ UI വൈസ് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ്. ഓക്കെ, സോ റിയൽമി 9 Pro പ്ലസ് 4500 mAh ആയിരുന്നു. ഇത് വന്നപ്പോൾ 5000 mAh വന്നിട്ടുണ്ട്. ഇത് നേരത്തെ 60 വാട്ടായിരുന്നു ചാർജ് വന്നത്. ഇത് 67 വാട്ട്. പക്ഷേ ബോക്സിലുണ്ടല്ലോ 80 വാട്ടിൻ്റെ അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതൊരു നൈസ് കാര്യമാണ്. സോ ഐക്യൂ നേരത്തെ ചെയ്യണ്ടായിരുന്നു, ചില ഫോൺസിൻ്റെ കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്മുടെ റിയൽമി ചെയ്യുന്നുണ്ട്. സോ എനിവേസ് ഇറ്റ്സ് എ നൈസ് ഡീൽ. നമുക്ക് വേറെ ഫോൺസിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് മൂവ് ടു ദ ഫൈനൽ വെർഡിക്ട്, വിച്ച് ഈസ് ബെസ്റ്റ്. റിയൽമി 9 Pro പ്ലസ് ഉള്ളവർ റിയൽമി 10 Pro പ്ലസിൽ അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് ഒരു സിമ്പിൾ ആൻസറാണ് ഞാൻ നോ എന്ന് പറയും. പക്ഷേ ഇഫ് യു ആർ എ ഫാൻ ഓഫ് മൾട്ടിമീഡിയ യൂസർ, മീൻസ് ഡിസ്പ്ലേ, അടിപൊളി ഡിസ്പ്ലേ, ദാറ്റ് മീൻസ് ഗോൾഡ് ഡിസ്പ്ലേ, നല്ല വൈബ്രൻറ്റ് കളർ, നല്ല അടിപൊളി കളർ വൈബ്രൻസി കാര്യങ്ങൾ, 1 ബില്യൺ കളർ പ്രൊഡക്ഷൻ, 120 Hz റിഫ്രഷ് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അതായത് സ്പീക്കേഴ്സ് അടിപൊളിയാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും അടിപൊളിയാണ് ഇതിനകത്ത് റിയൽമി 10 Pro പ്ലസിൽ. സോ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ബട്ട് ആക്ച്വലി ഐ വോണ്ട് റെക്കമെൻഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് വർത്ത് ദ മണി. പക്ഷേ ഇനി ക്യാമറാസിൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയത്. ബിക്കോസ് ചില സിനാരിയോസിൽ 9 Pro പ്ലസ് ആയിരുന്നല്ലേ, എസ്പെഷ്യലി HDR സിനാരിയോസിൽ, ആൻഡ് ചില സിനാരിയോസ് ലൈക്ക് പോർട്രേറ്റ് ഫോട്ടോസ് ആൻഡ് അങ്ങനത്തെ ലൈറ്റ് സിനാരിയോസിൽ റിയൽമി 10 Pro പ്ലസ് ആയിരുന്നു. പക്ഷേ റിയൽമി 10 Pro പ്ലസ് എനിക്ക് ഫീൽ ചെയ്ത ഇഷ്യൂസ് എന്ന് വെച്ചാൽ വാം ടോൺസ് കുറച്ച് കൂടുതൽ കയറിയിട്ടുണ്ട്, എസ്പെഷ്യലി സെൽഫീസിനകത്തൊക്കെ.
പക്ഷേ ഈ ഫോൺ ഒരു കാരണവശാലും വീഡിയോയ്ക്ക് കൊള്ളില്ല. രീതിയിൽ വല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്ന് EIS അടിപൊളി വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. പക്ഷേ കറൻ്റ്ലി ഇതിൻ്റെ വീഡിയോഗ്രാഫി അൺയൂസബിൾ ആണ് ഇഫ് യു ആർ സോർട്ട് ഓഫ് വ്ലോഗിങ് കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ ഈ ഫോണിനോട് പ്ലാൻ. പക്ഷേ ഇതാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, ബിക്കോസ് വിത്ത് OIS ആണ് വരുന്നത്. ഇനി ബാക്കി ഞങ്ങൾ നോക്കുവാണെങ്കിൽ ബാറ്ററി ബമ്പ് വന്നിട്ടുണ്ട് 5000 mAh ആക്കിയിട്ടുണ്ട് 4500 സോ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എൻറ്റയർ ഏരിയാസിൽ വന്നിട്ടുണ്ട്. സോ ഞാൻ പറയും റിയൽമി 9 Pro പ്ലസിലുള്ളവർ റിയൽമി 10 Pro Plus ഇട്ട് ചെയ്യരുത്. പക്ഷേ ഇഫ് യു ആർ ഹാവിംഗ് എ റിയൽമി 9 Pro then you can definitely upgrade to the Realme 10 Pro Plus. So guys, that's already signing off. It's Phone Mania.